ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇതുവരെ നമ്മൾ കണ്ടത് പ്രധാനമായും രണ്ട് തരത്തിലുള്ള പോരാട്ടങ്ങളാണ്. ഭരണപക്ഷം വേഴ്സസ് പ്രതിപക്ഷം. പക്ഷേ ഇനി ഇന്ത്യയുടെ രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ ചിത്രം മാറാൻ പോകുകയാണോ? ബി ജെ പിയും കോൺഗ്രസിൻ്റെയും ഒരുപോലെ ചോദ്യം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കീഴിൽ നിൽക്കാതെ ഒരു പുതിയ യുവജന ശക്തി ഇന്ത്യയിൽ വളർന്നു വരികയാണോ? ഈ ചോദ്യം ഉയരാൻ കാരണം ഒരു സമരമാണ്. ആദ്യം ഒരു സാധാരണ പ്രതിഷേധമായി തോന്നിയ ഈ സംഭവം, പക്ഷേ അതിന് പിന്നിൽ അണിനിരന്നത് പ്രധാനമായും 30 വയസ്സിന് താഴെയുള്ള യുവാക്കളായിരുന്നു. അവർ ആവശ്യപ്പെട്ടത് എന്തായിരുന്നു? വിദ്യാഭ്യാസത്തിലെ ക്രമക്കേടുകൾ അവസാനിപ്പിക്കുക, പരീക്ഷകൾ സുതാര്യമാക്കുക, മെറിറ്റ് സംരക്ഷിക്കുക, യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാക്കുക. ഇതൊക്കെ കേൾക്കുമ്പോൾ സാധാരണ ആവശ്യങ്ങളായി തോന്നാം. പക്ഷേ ഇവിടെ സംഭവിച്ചത് അതല്ല. ഒരു ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായി നിലകൊണ്ട ഈ യുവാക്കൾ പിന്നീട് തങ്ങളുടെ ആവശ്യങ്ങളിൽ പ്രധാനപ്പെട്ടവ അംഗീകരിക്കപ്പെട്ടപ്പോൾ സമരം അവസാനിപ്പിക്കുകയും ചെയ്തു. ഇത് വെറുമൊരു സമരമായിരുന്നോ? അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു പുതിയ രാഷ്ട്രീയ ശക്തിയുടെ തുടക്കമായിരുന്നോ? കാരണം ഈ കൂട്ടായ്മയുടെ നേതൃത്വം പറയുന്നത് വളരെ വ്യക്തമാണ്. ഇത് അവസാനിച്ചിട്ടില്ല. ആദ്യ വിഷയം വിജയിച്ചു. ഇനി അടുത്ത വിഷയത്തിലേക്ക് പോകും. അതായത് ഇന്ന് വിഷയം നീറ്റാണെങ്കിൽ നാളെ അത് UPSC ആയിരിക്കാം, PSC ആയിരിക്കാം, തൊഴിലായിരിക്കാം, വിദ്യാഭ്യാസത്തിലെ രാഷ്ട്രീയ ഇടപെടലുകളായിരിക്കാം. അങ്ങനെ ഈ യുവാക്കൾ ഒരു വിഷയത്തിൽ നിന്ന് മറ്റൊരു വിഷയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നാൽ ഒരു ദിവസം ഇവർ തെരുവിലെ സമരക്കാരിൽ നിന്ന് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ ശക്തിയായി മാറുമോ? അങ്ങനെ സംഭവിച്ചാൽ ചോദ്യം BJPയോ കോൺഗ്രസോ ആരാണ് ജയിക്കുക എന്നതല്ല. ഇന്ത്യയിലെ പഴയ രാഷ്ട്രീയ സംവിധാനത്തിന് പുറത്തുനിന്ന് ഒരു പുതിയ ശക്തി ഉയർന്നു വന്നാൽ ആരാണ് ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത്? BJPയോ കോൺഗ്രസോ? പക്ഷേ ഈ സംഭവത്തെ വെറുമൊരു യുവജന സമരമായി മാത്രം കാണുക വലിയ തെറ്റായിരിക്കും. കാരണം ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ജനങ്ങൾ തെരുവിലിറങ്ങിയ സമരങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ ഒരു സമരത്തിൻ്റെ യഥാർത്ഥ ശക്തി എത്ര പേർ അതിൽ പങ്കെടുത്തു എന്നതല്ല, ആ സമരം എന്ത് മാറ്റമുണ്ടാക്കി എന്നതിലാണ്. ഇവിടെ അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ആദ്യഘട്ടത്തിൽ തന്നെ കേന്ദ്ര സർക്കാരിനെതിരായ ശക്തമായ നിലപാടാണ് ഈ യുവാക്കൾ സ്വീകരിച്ചത്. സർക്കാർ ഞങ്ങളിലേക്ക് വരണം, ഞങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണം എന്നായിരുന്നു അവരുടെ നിലപാട്. അതേസമയം സമരം വലിയ തോതിലുള്ള ആക്രമണത്തിലേക്ക് വഴുതിപ്പോയില്ല എന്നതും ശ്രദ്ധേയമാണ്. തുടക്കത്തിൽ ചില സംഘർഷങ്ങൾ ഉണ്ടായി. പോലീസുകാർക്ക് പരിക്കേറ്റു. മാധ്യമപ്രവർത്തകർക്ക് നേരെയും ചില മോശം സംഭവങ്ങൾ ഉണ്ടായി. വലിയൊരു ജനക്കൂട്ടം തെരുവിലിറങ്ങുമ്പോൾ ഇത്തരം സംഭവങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കുക എളുപ്പമല്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് സമരം വ്യാപിച്ചില്ല. അതിലും പ്രധാനമായി സമരത്തിൻ്റെ നേതൃത്വം തന്നെ അതിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മുമ്പിൽ നിന്നവരിൽ വലിയൊരു വിഭാഗം 30 വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാരാണ്. ഇത്രയും വലിയൊരു യുവജനക്കൂട്ടം തെരുവിലിറങ്ങുമ്പോൾ സാധാരണയായി എന്താ സംഭവിക്കുക? ആവേശം കൂടും, പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ ഉയരും, രാഷ്ട്രീയ പാർട്ടികൾ ഇടപെടും, ചിലപ്പോൾ വിഷയം തന്നെ മാറിപ്പോകും. പക്ഷേ ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായൊരു കാഴ്ചയാണ് കണ്ടത്. ദേശീയഗാനം ആലപിച്ചും ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുമാണ് അവർ പ്രതിഷേധിച്ചത്. അതിനിടയിൽ ചിലർ ആവേശത്തിൽ അതിരുകടന്ന മുദ്രാവാക്യങ്ങൾ വിളിച്ചിട്ടുണ്ടാകാം. ഒരു വലിയ ആൾക്കൂട്ടത്തിൽ അത്തരം ശബ്ദങ്ങൾ ഉണ്ടാകുന്നത് അസാധാരണമല്ല. പക്ഷേ അതിനെ സമരത്തിൻ്റെ ഔദ്യോഗിക നിലപാടായി കാണാനാകില്ല. കാരണം നേതൃത്വം മുന്നോട്ട് വച്ച ആവശ്യം വളരെ വ്യക്തമായിരുന്നു. വിദ്യാഭ്യാസം, പരീക്ഷ സുതാര്യത, മെറിറ്റ്, യുവാക്കളുടെ ഭാവി. ഇവിടെ നിന്ന് ഈ സമരത്തിൻ്റെ യഥാർത്ഥ രാഷ്ട്രീയ പ്രാധാന്യം തുടങ്ങുന്നത്. കാരണം ഒരു സമരം വിജയിക്കാൻ എല്ലായ്പ്പോഴും സർക്കാരിനെ താഴെ ഇറക്കേണ്ടതില്ല. സർക്കാരിനെ ഒരു തീരുമാനമെടുക്കാൻ നിർബന്ധിക്കാനായാൽ പോലും അത് ഒരു രാഷ്ട്രീയ വിജയം തന്നെയാണ്. അതാണ് ഇവിടെ സംഭവിച്ചതെന്ന് ഈ കൂട്ടായ്മ അവകാശപ്പെടുന്നത്. പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ നടപടികളുണ്ടായി. ഉത്തരവാദികൾക്കായവർക്കെതിരെ നിയമ നടപടികൾ ശക്തമാക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടായി. പരീക്ഷ നടത്തിപ്പിലെ വീഴ്ചകളെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നു. പരീക്ഷാ പരിഷ്കാരങ്ങൾക്കായി പുതിയ സംവിധാനങ്ങൾ രൂപപ്പെടുത്താനുള്ള നടപടികളുണ്ടായി. അങ്ങനെ അവർ ഉന്നയിച്ച പ്രധാന ആവശ്യങ്ങളിൽ പലതും അംഗീകരിക്കപ്പെട്ടപ്പോൾ അവർ എന്തു ചെയ്തു? സമരം തുടർന്നില്ല. ചർച്ചയ്ക്ക് തയ്യാറായി. ഒടുവിൽ സമരം പിൻവലിച്ചു. ഇതാണ് ഒരു സമരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാഠം. ആവശ്യം അംഗീകരിക്കപ്പെട്ടിട്ടും സമരം തുടരുക എന്നതല്ല നേതൃത്വം. ആവശ്യം നേടിയെടുക്കാൻ കഴിഞ്ഞാൽ ശരിയായ സമയത്ത് സമരം അവസാനിപ്പിക്കാനും കഴിയണം. ഇവിടെ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു. പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയത്തെ പിന്തുണച്ചു. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രതിഷേധിച്ചു. മറ്റു രാഷ്ട്രീയ കക്ഷികളും സർക്കാരിനെതിരെ രംഗത്തെത്തി. പക്ഷേ അതിനർത്ഥം ഈ സമരം ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ സമരമായി മാറി എന്നതല്ല. കാരണം സമരത്തിൻ്റെ നേതൃത്വം രാഷ്ട്രീയ പാർട്ടികൾക്ക് കൈമാറിയില്ല. ആർക്കും പിന്തുണയ്ക്കാം, ആർക്കും സമരത്തിൽ പങ്കെടുക്കാം.
പക്ഷേ സമരത്തിൻ്റെ പേരിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് നേതൃത്വം ഏറ്റെടുക്കാൻ കഴിയില്ല. ഇതാണ് പരമ്പരാഗത രാഷ്ട്രീയത്തിൽ ഇന്ന് ഈ കൂട്ടായ്മയെ വേറിട്ട് നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയിൽ സാധാരണയായി എന്താണ് സംഭവിക്കുന്നത്? ഒരു ജനകീയ പ്രശ്നം ഉയരും, ആളുകൾ തെരുവിലിറങ്ങും, പിന്നീട് രാഷ്ട്രീയ പാർട്ടികൾ അതിലേക്ക് കടന്നു വരും, കോടികൾ വരും, നേതാക്കൾ വരും, പ്രസംഗങ്ങൾ വരും, അവസാനം ജനങ്ങളുടെ യഥാർത്ഥ ആവശ്യം പിന്നിലേക്ക് മാറി രാഷ്ട്രീയ പാർട്ടിയുടെ താല്പര്യം മുന്നിലേക്ക് വരും. പക്ഷേ ഇവിടെ അതിന് തടയാനാണ് ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇനി ഉയരുന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടത്. ഇവർ അടുത്തതായി എന്ത് ചെയ്യും? സമരം അവസാനിപ്പിച്ച് എല്ലാവരും വീടുകളിലേക്ക് മടങ്ങുമോ? അല്ല, നേതൃത്വത്തിൽ നിന്ന് വരുന്ന സൂചന അതിന് വിപരീതമാണ്. ഇത് ഒരു തുടക്കം മാത്രമാണ്. ആദ്യത്തെ വിഷയം വിജയിച്ചു, ഇനി അടുത്ത വിഷയത്തിലേക്ക് പോകും. അപ്പോൾ അടുത്ത വിഷയം എന്തായിരിക്കും? നീറ്റ് കഴിഞ്ഞാൽ UPSC, പിന്നെ PSC പരീക്ഷാ ക്രമക്കേടുകൾ, വിദ്യാഭ്യാസത്തിലെ രാഷ്ട്രീയ ഇടപെടലുകൾ, മെറിറ്റിൻ്റെ പ്രശ്നം, അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം തൊഴിൽ. ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ രസകരമാകുന്നത്. കാരണം വിദ്യാഭ്യാസവും തൊഴിലും വേർതിരിച്ച് കാണാൻ കഴിയില്ല. ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് യുവാക്കൾ പഠിക്കുന്നു, ഡിഗ്രികൾ നേടുന്നു, കോച്ചിങ് സെൻ്ററുകളിൽ വർഷങ്ങളോളം തയ്യാറെടുക്കുന്നു, പരീക്ഷ എഴുതുന്നു, റാങ്കിനായി കാത്തിരിക്കുന്നു. പക്ഷെ അവസാനം ജോലി കിട്ടുന്നില്ല. അപ്പോൾ അവർ ചോദിക്കും, ഞങ്ങൾ പഠിച്ചത് എന്തിനാണ്? ഈ ചോദ്യം മാത്രം ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അടിത്തറയാകാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ യുവാക്കൾ വിദ്യാഭ്യാസത്തിൽ നിന്ന് തൊഴിലെന്ന വിഷയത്തിലേക്ക് നീങ്ങിയാൽ അത് വെറുമൊരു സമരമായി നിലനിൽക്കണമെന്നില്ല. അതൊരു രാഷ്ട്രീയ ആശയമായി മാറാം. ഇവിടെയാണ് ഏറ്റവും വലിയ ചോദ്യം ഉയരുന്നത്. ഈ കൂട്ടായ്മ ഒരിക്കൽ ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറിയാൽ എന്ത് സംഭവിക്കും? നേതാക്കൾ ഇപ്പോൾ അതിന് വ്യക്തമായി മറുപടി നൽകുന്നില്ല. അതെ എന്നും പറയുന്നില്ല, ഇല്ല എന്നും പറയുന്നില്ല. പക്ഷേ ആ സാധ്യത പൂർണ്ണമായി തള്ളിക്കളയുന്നുമില്ല. അതാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇത് ഒരു സാധാരണ ആൾക്കൂട്ടമല്ല, രാഷ്ട്രീയത്തെ അടുത്തറിയുന്ന യുവാക്കളാണ് ഇതിന് പിന്നിൽ. അവരുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പരിചയവുമുണ്ട്. അതിനാൽ ഇന്ന് തെരുവിൽ ഉയരുന്ന പ്രതിഷേധം നാളെ ഒരു സംഘടനയായി മാറുമോ? ഒരു സംഘടന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറുമോ? അതിനുശേഷം ഒരു ദിവസം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറുമോ? അത് സംഭവിച്ചാൽ ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ എന്തായിരിക്കും അതിൻ്റെ പ്രത്യാഘാതം? CJP ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറിയാൽ ആരെയാണ് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക? BJPയെയോ കോൺഗ്രസിനെയോ അല്ലെങ്കിൽ രാജ്യത്തെ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളെയോ? ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഒരുപക്ഷെ എല്ലാവരെയും. കാരണം ഈ കൂട്ടായ്മ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം പരമ്പരാഗത രാഷ്ട്രീയത്തിൻ്റെ പതിവ് സമവാക്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. ജാതിയില്ല, മതമില്ല, പ്രദേശമില്ല, ഭാഷയില്ല, വിദ്യാഭ്യാസം, മെറിറ്റ്, പരീക്ഷ, സുതാര്യത, തൊഴിൽ, യുവാക്കളുടെ ഭാവി, ഇവയാണ് പ്രധാന വിഷയങ്ങൾ. ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയ ശക്തിയും. കാരണം ഇന്ത്യയിലെ ഒരു വലിയ വിഭാഗം യുവാക്കൾക്ക് ഇന്ന് ഈ പ്രശ്നങ്ങൾ നേരിട്ട് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. ഒരു വിദ്യാർത്ഥി വർഷങ്ങളോളം പഠിക്കുന്നു, കോച്ചിങ് സെൻ്ററിൽ പോകുന്നു, പരീക്ഷ എഴുതുന്നു, റാങ്കിനായി കാത്തിരിക്കുന്നു. പക്ഷേ പരീക്ഷ തന്നെ ക്രമക്കേടിൻ്റെ പേരിൽ ചോദ്യം ചെയ്യപ്പെടുന്നു. മറ്റൊരാൾ പഠിച്ച് ഡിഗ്രി നേടുന്നു, പക്ഷേ ജോലി കിട്ടുന്നില്ല. വർഷങ്ങളോളം പരീക്ഷകൾ എഴുതുന്നു, ഒടുവിൽ പ്രായപരിധി കഴിയുന്നു. അപ്പോൾ ആ യുവാവ് ചോദിക്കും, എൻ്റെ ഭാവിക്ക് ഉത്തരവാദി ആരാണ്? ഈ ചോദ്യത്തിന് ഒരു രാഷ്ട്രീയ കൂട്ടായ്മ കൃത്യമായി മറുപടി നൽകാൻ കഴിഞ്ഞാൽ അത് വലിയൊരു ശക്തിയായി മാറാൻ കഴിയും. കാരണം യുവാക്കൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശക്തികളിലൊന്നാണ്. അവർ ഒരുമിച്ച് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിക്ക് കീഴിലല്ലാതെ സ്വന്തം പ്രശ്നങ്ങൾക്ക് വേണ്ടി സംഘടിക്കാൻ തുടങ്ങിയാൽ ഇന്ത്യയിലെ പരമ്പരാഗത വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് അത് വലിയ വെല്ലുവിളിയാകും. ഇവിടെയാണ് കർഷക സംഘടനകളെയും തൊഴിലാളി യൂണിയനുകളെയും പോലെ പരമ്പരാഗത മാതൃകകളിൽ നിന്ന് വ്യത്യസ്തമായൊരു സാധ്യത ഉയരുന്നത്. കർഷകർക്ക് അവരുടെ പ്രശ്നങ്ങളുണ്ട്, തൊഴിലാളികൾക്ക് അവരുടെ പ്രശ്നങ്ങളുണ്ട്, വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇവരിൽ പലരും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട സംഘടനയുടെ ഭാഗമായാൽ സ്വന്തം ആവശ്യത്തിനോടൊപ്പം ആ പാർട്ടിയുടെ രാഷ്ട്രീയ താല്പര്യവും സംരക്ഷിക്കപ്പെടേണ്ട സാഹചര്യമുണ്ടാകാം. പക്ഷേ ഒരു യുവജന കൂട്ടായ്മ പറയുന്നത്, ഞങ്ങൾക്ക് ഒരു പാർട്ടിയുടെ താല്പര്യം സംരക്ഷിക്കേണ്ടതില്ല, ഞങ്ങളുടെ വിഷയം മാത്രം ഞങ്ങൾ സംസാരിക്കും. അത് തീർച്ചയായും വ്യത്യസ്തമായൊരു രാഷ്ട്രീയ മാതൃകയായിരിക്കും. പക്ഷേ ഇവിടെ ഒരു വലിയ അപകടം കൂടിയുണ്ട്. ഒരു പ്രസ്ഥാനം വളരുമ്പോൾ അതിനെ രാഷ്ട്രീയമായി ഹൈജാക്ക് ചെയ്യാനുള്ള ശ്രമങ്ങളുമുണ്ടാകും. ഇന്ന് അവർ രാഷ്ട്രീയ പാർട്ടികളെ അകറ്റി നിർത്തുന്നു. പക്ഷേ നാളെ ഈ കൂട്ടായ്മയ്ക്ക് വലിയ ജനപിന്തുണ ലഭിച്ചാൽ വിവിധ പാർട്ടികളിൽ നിന്നുള്ള നേതാക്കൾ ഇതിലേക്ക് വരാൻ ശ്രമിക്കും. പണം വരും, രാഷ്ട്രീയ സ്വാധീനം വരും, പുതിയ നേതാക്കൾ വരും. അവിടെ വെച്ചാണ് ഈ കൂട്ടായ്മയുടെ യഥാർത്ഥ പരീക്ഷണം ആരംഭിക്കുന്നത്. അവർ സ്വന്തം സ്വാതന്ത്ര്യ സ്വഭാവം സംരക്ഷിക്കുമോ, അല്ലെങ്കിൽ മറ്റൊരു പരമ്പരാഗത രാഷ്ട്രീയത്തിലെ പാർട്ടിയായി മാറുമോ? ഇതാണ് ഏറ്റവും വലിയ ചോദ്യം. കാരണം ഇന്ത്യയിൽ ഒരു പുതിയ പ്രസ്ഥാനം ആരംഭിക്കുന്നത് എളുപ്പമാണ്.
ആളുകളെ തെരുവിലിറക്കാനും സാധിക്കും. പക്ഷേ അതേ ആളുകളെ വർഷങ്ങളോളം ഒരുമിച്ച് നിർത്തുക, ഒരു സംഘടന ഉണ്ടാക്കുക, വ്യക്തമായ ആശയം രൂപപ്പെടുത്തുക, നേതൃത്വം വളർത്തുക, തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുക, അധികാരത്തിലെത്തിയാൽ ഉത്തരവാദിത്തത്തോടെ ഭരിക്കുക, ഇതാണ് യഥാർത്ഥ വെല്ലുവിളി. ഇവിടെയാണ് APP പാർട്ടിയുടെ ഉദാഹരണം പ്രശസ്തമാകുന്നത്. ഒരു ജനകീയ പ്രക്ഷോഭത്തിൽ നിന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപപ്പെടാം. പക്ഷേ പ്രക്ഷോഭം നടത്തുന്നതും ഒരു സർക്കാർ നടത്തുന്നതും രണ്ടുതരം കാര്യങ്ങളാണ്. പ്രതിഷേധിക്കുമ്പോൾ പറയുന്നത് എളുപ്പമാണ്, ഇത് ശരിയല്ല. പക്ഷേ അധികാരത്തിലെത്തിയാൽ ചോദ്യം മാറും. ഇതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യും? അതിന് കൃത്യമായ മറുപടി നൽകേണ്ടി വരും. അതിനാൽ CJP പോലുള്ള കൂട്ടായ്മ ഭാവിയിൽ രാഷ്ട്രീയ പാർട്ടിയാകുകയാണെങ്കിൽ അവരുടെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി BJPയോ കോൺഗ്രസിനെയോ തോൽപ്പിക്കുക എന്നതായിരിക്കില്ല, സ്വന്തം ആശയവും വിശ്വാസ്യതയും നിലനിർത്തുക എന്നതായിരിക്കും. അത് കഴിഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കാം. കാരണം ഇന്ന് ഇന്ത്യയിലെ യുവാക്കൾ ചോദിക്കുന്നത് പലപ്പോഴും പഴയ രാഷ്ട്രീയ ചോദ്യങ്ങളല്ല. അവർ ചോദിക്കുന്നത്, എനിക്ക് ജോലി എവിടെ? എൻ്റെ പരീക്ഷ സുതാര്യമായിരിക്കുമോ? എൻ്റെ കഴിവിന് വിലയുണ്ടോ? എൻ്റെ ഭാവി സുരക്ഷിതമാണോ? ഈ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്ന രാഷ്ട്രീയ ശക്തിക്ക് ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ആളുകളെ ഒരുമിപ്പിക്കേണ്ട ആവശ്യം കുറയാം. അതുകൊണ്ട് തന്നെ CJP ഭാവിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറുമോ എന്നത് ഇന്ന് ഉറപ്പിച്ച് പറയാനാകില്ല. ഒരുപക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഒരു ചോദ്യം അവർ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് മുന്നിൽ ഇതിനകം വെച്ചു കഴിഞ്ഞു. രാഷ്ട്രീയം എപ്പോഴും പഴയ പാർട്ടികളുടെ കൈകളിൽ തന്നെ ആയിരിക്കണമോ? പുതിയ തലമുറയ്ക്ക് സ്വന്തം രാഷ്ട്രീയ ശബ്ദം ഉണ്ടാക്കാൻ കഴിയില്ലേ? വിദ്യാഭ്യാസവും തൊഴിൽ പോലുള്ള നേരിട്ടുള്ള ജീവിത പ്രശ്നങ്ങളെ മാത്രം കേന്ദ്രീകരിച്ച് ഒരു പുതിയ രാഷ്ട്രീയ ശക്തി വളർന്നു വരില്ലേ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടത് ഇനി രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല, ഇന്ത്യയിലെ യുവാക്കളാണ്. കാരണം ഇന്ന് അവർ ഒരു സമരവേദിയിലാണ്. നാളെ അവർ ഒരു സംഘടനയായി മാറിയേക്കാം. മറ്റന്നാൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് എത്തിയേക്കാം. ഒരുപക്ഷെ ഒരു ദിവസം അവർ തന്നെ അധികാരത്തിൻ്റെ വാതിൽക്കൽ എത്തി നിൽക്കുകയും ചെയ്യും. അത് സംഭവിച്ചാൽ ഇത് ഒരു പുതിയ പാർട്ടിയുടെ ജനനം മാത്രമായിരിക്കില്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പഴയ സമവാക്യങ്ങൾ തന്നെ മാറിത്തുടങ്ങുന്നതിൻ്റെ സൂചനയായിരിക്കും. അതിനാൽ CJPയുടെ ഭാവി എന്തായിരിക്കുമെന്ന് ഇപ്പോൾ പ്രവചിക്കാൻ കഴിയില്ല. പക്ഷേ ഒരു കാര്യം ചോദിക്കാം, ഇന്ത്യയിലെ യുവാക്കൾ സ്വന്തം പ്രശ്നങ്ങൾക്കായി രാഷ്ട്രീയമായി ഒരുമിച്ചാൽ അവരെ തടയാൻ ഇന്ത്യയിലെ പഴയ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയുമോ? ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ അടുത്ത അധ്യായം എഴുതാൻ പോകുന്നത് ഈ യുവാക്കൾ തന്നെയായിരിക്കുമോ?